എൻ്റെ പൊന്നു മുത്തപ്പ എന്ന് വിളിക്കാത്ത ആരാണുള്ളത്? മുത്തപ്പൻ ജനിച്ച കഥ നിങ്ങൾക്കറിയോ? അയ്യങ്കര വാഴുന്നവർക്ക് സന്താനഭാഗ്യമില്ലായിരുന്നു. പാടിക്കുറ്റിയമ്മയാവട്ടെ നല്ല വിഷമത്തിലായിരുന്നു. ശിവഭഗവാനെ പൂജിച്ചിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉറങ്ങിക്കൊണ്ടിരുന്ന പാടിക്കുറ്റിയമ്മയുടെ സ്വപ്നത്തിൽ ശിവഭഗവാൻ നേരിട്ട് വന്ന് ദർശനം നൽകി. അത് കഴിഞ്ഞുള്ള ദിവസം കുളത്തിൽ സ്നാനിക്കാൻ പോയ പാടിക്കുറ്റിയമ്മയ്ക്ക് ഒരു കൊച്ചുകുട്ടിയുടെ കരച്ചിൽ കേൾക്കുവാനായി. ആ ഒരു ശബ്ദത്തെ പിന്തുടർന്ന് പാടിക്കുറ്റിയമ്മ ആ കുട്ടിയുടെ അടുത്തെത്തി. തനിക്ക് ശിവഭഗവാൻ തന്ന സമ്മാനമാണ് എന്ന് വിചാരിച്ച് പാടിക്കുറ്റിയമ്മ ആ കുട്ടിയെ എടുത്ത് വീട്ടിലേക്ക് ചെന്നു. അയ്യങ്കരയിലുള്ളവർ കുട്ടിയെ ഇരു കൈ നീട്ടി സ്വീകരിച്ചു. പക്ഷേ അതൊരു ബ്രാഹ്മണ കുടുംബമായിരുന്നു. മുത്തപ്പനാവട്ടെ വലുതാവുന്തോറും താഴ്ന്ന ജാതിയും സാമ്പത്തിക സ്ഥിതി മോശമായ കുട്ടികളുടെ കൂടെ കൂട്ടുകൂടാനും വേട്ടയാടുവാനും മീൻ ചുട്ട് തിന്നുവാനും ഒക്കെ തുടങ്ങി. ഇത് അയ്യങ്കര വാഴുന്നവർക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മുത്തപ്പനെ വഴക്കു പറയാൻ തുടങ്ങി. ഒരു ദിവസം ഈ വഴക്കൊക്കെ കേട്ട് ദേഷ്യം വന്ന മുത്തപ്പൻ വീട്ടിൽ പോയി കതവടച്ചിരുന്നു. ആര് പറഞ്ഞിട്ടും തുറന്നില്ല. പാടിക്കുറ്റിയമ്മ നല്ല വിഷമത്തിലായി. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞ് ആ വാതിൽ തുറക്കപ്പെട്ടു. പാടിക്കുറ്റിയമ്മയ്ക്ക് മുത്തപ്പൻ ദർശനം നൽകി. തൻ്റെ ജന്മരഹസ്യം വെളിപ്പെടുത്തി. തൻ്റെ അമ്മയുടെ ഒരാഗ്രഹം സാധിച്ചു കൊടുക്കാം എന്ന് മുത്തപ്പൻ പറഞ്ഞു. അപ്പോൾ പാടിക്കുറ്റിയമ്മയാവട്ടെ മുത്തപ്പനോട് പറഞ്ഞ കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയോ? മുത്തപ്പൻ്റെ കണ്ണുകൾ രണ്ടും മൂടിക്കെട്ടണം. ഇതായിരുന്നു പാടിക്കുറ്റിയമ്മയുടെ ആവശ്യം. മുത്തപ്പനാവട്ടെ പാടിക്കുറ്റിയമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തു. അങ്ങനെ അയ്യങ്കരയിൽ നിന്ന് യാത്ര തിരിച്ചു മുത്തപ്പൻ. പാടിക്കുറ്റിയമ്മയുടെ ഈ ഒരു ആഗ്രഹം സാധിച്ച കാരണമാണ് മുത്തപ്പൻ എപ്പോഴും കണ്ണുകൾ മൂടിക്കെട്ടിയിരിക്കുന്നത്. തൻ്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് മുത്തപ്പൻ പാലിക്കുന്നു. പറശ്ശിനിക്കടവിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 തെയ്യങ്ങളെ കാണുവാനായി പറ്റും. ഈ പറയുന്ന മുത്തപ്പൻ്റെ 2 തെയ്യങ്ങളും ഭഗവാൻ ശിവന്റെയും വിഷ്ണുവിൻ്റെയും അവതാരങ്ങളായി പറയപ്പെടുന്നു. മുത്തപ്പൻ്റെ കഥകൾ ഞാൻ 2-3 പാർട്ടായിട്ടാണ് ഇടാൻ പോകുന്നത്. മുത്തപ്പൻ്റെ യാത്രയും അതിനിടയിലുണ്ടായ സംഭവങ്ങളും എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.